ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ലെവൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്നത്തെ 22,736 നിഫ്റ്റിയിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി, 22,916 അപ്പ് സൈഡ് ലിക്വിഡിറ്റി. ഇപ്പം മാർക്കറ്റ് ഭയങ്കര ഹ്യൂജ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയത്. എല്ലാത്തിൻ്റെയും ലിക്വിഡിറ്റി ഏരിയൻ്റെ ഒരുപാട് അപ്പ് സൈഡിലാണ് ഓപ്പൺ ആയത്. നമ്മുടെ ഇനീഷ്യൽ ട്രേഡ് ഡൗൺ സൈഡിലേക്കായിരിക്കും നോക്കുക പ്ലാന്. നിഫ്റ്റിയിലുള്ള ട്രേഡ് താഴേക്ക് തന്നെ ആയിരിക്കും നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റിയിലും അപ്സൈഡ് ലിക്വിഡിറ്റിൻ്റെ ഒരുപാട് മോഡൽ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. അപ്പം ബാങ്ക് നിഫ്റ്റിയിലായാലും ഫസ്റ്റ് ട്രേഡ് മിക്കവാറും ഡൗൺ സൈഡിലേക്ക് തന്നെ ആയിരിക്കും നോക്കുക. ഉണ്ടോ, ബാങ്ക് നിഫ്റ്റി നമ്മൾ മാർക്ക് ചെയ്ത 51,893 മുകളിലാണ് മാർക്കറ്റ് ഉള്ളത്. ഭയങ്കര ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആണ്. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് ഡൗൺ സൈഡിലേക്കായിരിക്കും നോക്കുക. താഴെ 50,900 താഴെയാണ് ഡൗൺ സൈഡിൽ വരിക. അതൊന്നും ഇപ്പം എത്തും തോന്നുന്നില്ല. ഏതായാലും നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:25 ആയിട്ടുണ്ട്. നമുക്ക് ഇതുവരെ ഒരു എൻട്രി ചാൻസ് കിട്ടിയില്ല കേട്ടോ. മാർക്കറ്റ് ഭയങ്കര ഫസ്റ്റത്തെ ഒരു ക്യാൻഡിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് കളിക്കാൻ നിഫ്റ്റിയിൽ. ഇവിടെ ഒരു എന്താ പറയുക, ഫസ്റ്റ് ക്യാൻഡിൻ്റെ ഉള്ളിലല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ലിക്വിഡിറ്റി ഏരിയ ആവാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിച്ചാൽ അറിയാം, 22,300 എന്നുള്ള ലെവലിൽ ഒരു 5-6 പ്രാവശ്യമായി മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് മുകളിലേക്ക് പോകണ മാതിരി ഒരു ഈക്വൽ ലോ ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു ഈക്വൽ ലോനെ ബ്രേക്ക് ചെയ്ത് താഴെ മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ലിക്വിഡിറ്റി ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി താഴെ വന്നിട്ട് ലോവർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ, അതായത് 23,295, 97 ഒക്കെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നാണ് നിഫ്റ്റിയിൽ. ബാങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി അവിടെ എത്തുമ്പം 52,159. ഇനി അവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് നോക്കാം. അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ പ്ലാനിൽ. എന്തായാലും ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇവരൊന്നും വന്നിട്ടില്ല. ചാൻസ് വരികയാണെങ്കിൽ ഞാൻ പറയാം. സമയം 12:56. നമ്മൾ രാവിലെ നോക്കിയിരുന്ന ആ ഒരു കറക്റ്റ് ആ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് മാർക്കറ്റ് ഡേ ഹൈ വരെ പോയിട്ടുണ്ട് അല്ലേ. പക്ഷേ നമ്മൾ എൻട്രി എടുക്കാതെക്കാൻ കാരണം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് 1 മിനിറ്റ് ഫസ്റ്റത്തെ ഒരു 1 മിനിറ്റ് ക്യാൻഡിൻ്റെ ഉള്ളിലായി പോയി അതെല്ലാം. അതായത് ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൻ്റെ ഉള്ളിലാണ് അതെല്ലാം സംഭവിച്ചത്. അതുകൊണ്ടാണ് നമുക്കൊരു എൻട്രി ഇല്ല. ഇനി ഓൾറെഡി ഇന്ന് അപ്സൈഡ്സ് ഇന്നത്തെ നിഫ്റ്റി ഒക്കെ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇതുവരെ നമുക്ക് താഴെ വെക്കാൻ കാരണം ആയതുകൊണ്ടാണ്. ഞാൻ പോലെ എക്സ് മാർക്കറ്റ് മുകളിലേക്ക് 22,300 കറക്റ്റായിട്ട് 80 പോയിന്റൊക്കെ അവിടെ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. ഓക്കെ, സമയം 1:02 ആയിട്ടുണ്ട്. നമുക്ക് താഴേക്കൊരു എൻട്രി നോക്കാം. താഴേക്ക് ഞാൻ പറഞ്ഞു ഇന്നത്തെ അപ്സൈഡ് ഇന്നത്തെ ഡേ ഹൈ ടാപ്പ് ചെയ്തു. അതിനുശേഷം ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി ഒക്കെ വരുന്നുണ്ട്. ആ ഒരു ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക. അതാണ് ഇപ്പോൾ പ്ലാന്. പക്ഷേ അത് ഡേ ഹൈൻ്റെ തൊട്ടടുത്താണ്. ഓക്കെ, നമുക്ക് ബൈ ചെയ്യാം. 123,350 പുട്ട് ഓപ്ഷനാണ് ഞാൻ ബൈ ചെയ്തത്. ഓൾമോസ്റ്റ് 109,68 നമുക്ക് എൻട്രി കിട്ടിയത്. 525 ക്വാണ്ടിറ്റി. സ്റ്റോപ്പ് ലോസ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, പക്ഷെ നിഫ്റ്റി ഡേ ഹൈയും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു പണി എന്താ വെച്ചാൽ തൊട്ട താഴെ വേറെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവും. അതൊരു പ്രശ്നമാണ്, ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. അപ്പോൾ ഇത്രയും വലിയ ടാർഗറ്റ് നമുക്ക് വെക്കാൻ പറ്റില്ല. ഇത് നമുക്ക് ഇന്നത്തെ ഡേയിലോ വരെ വെക്കാൻ ഒരുപാട് വലിയ ടാർഗറ്റാണിത്. പക്ഷേ മാർക്കറ്റ് എഗെയിൻ ഡേ ഹൈ എടുക്കുകയാണെങ്കിൽ, എടുത്തിട്ടുണ്ടോ ഇനി ഇതില്ലല്ലോ, എടുക്കുകയാണെങ്കിൽ ഒരു വീണ്ടും ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി അവിടെ ക്രിയേറ്റ് ആവും. പിന്നെ നമുക്ക് എന്താ പറയുക, നമുക്കവിടെ ആ എൻട്രിയിൽ പെട്ടെന്ന് ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ മീൻസ് താഴേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ ഇന്നത്തെ ഡേ ഹൈ എടുത്തിട്ട് താഴേക്ക് വരികയാണെങ്കിൽ ആ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇറങ്ങുകയായിരിക്കും നന്നാവുക. കാരണം ഈ ഒരു ഏരിയയിൽ ഇന്നത്തെ ഡേ ഹൈ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. 23,334. അപ്പം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് നല്ല ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ്. വീണ്ടും മുകളിലേക്ക് തന്നെ പോകുമ്പോൾ ചെറിയൊരു റിവേഴ്സലിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ കേസ് അത് മാർക്കറ്റ് താഴേക്ക് വന്നാലും, ഡേ ഹൈ എടുത്ത് താഴേക്ക് വന്നാലും, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റോപ്പ് ലോസ് 30 പോയിന്റ്സ് ടാർഗറ്റ് വെച്ചാൽ മതി. അധികമൊന്നും വേണ്ട. കാരണം മാർക്കറ്റ് താഴേക്ക് അധികം ഈ ഒരു ഏരിയയൊക്കെ വെച്ചാൽ മതി. കാരണം ഡൗൺ സൈഡ് 30 എത്തിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ട്രെയിൽ ചെയ്ത് പോകാം. നമുക്ക് 30 പോയിന്റ്സ് എത്തുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോകാം. കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. പിന്നെ ഒരു 30 വരികയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നോക്കട്ടെ അവിടെ എത്തുമ്പോഴുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ്സ്. ഇനി അതെല്ലാം നേരെ മുകളിൽ പോയി SL അടിക്കുകയാണെങ്കിൽ ഓക്കെ. പ്രോഫിറ്റ് 1,000 രൂപ. 1000 എന്നൊക്കെ പറഞ്ഞാൽ വളരെ ശോകമാണ് മാർക്കറ്റ് ഇന്നത്തെ നിഫ്റ്റിയിൽ. എന്തോ ഒരു ഗ്യാപ്പ് അപ്പ്, നല്ല ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. പക്ഷെ അതിന് ശേഷം ഒരു മൊമെൻറ്റം കാണിക്കുന്നില്ല. പ്രീമിയം ഒക്കെ ഡീക്ക് അടിച്ച് പോകും. കാരണം
ഇന്ത്യ വീക്സ് ഒക്കെ തീരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രീമിയംസ് ഒക്കെ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് തീരാനാവും അത്. ഓക്കെ, 1200 1300 പ്രോഫിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ലിക്വിഡിറ്റി ഏരിയ മൂവ് ചെയ്യുന്നുണ്ടല്ലേ, നോക്കാം, ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 1:19 ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഇപ്പോൾ ടാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ 3000 അപ്പോൾ പ്രോഫിറ്റ് ഉണ്ട്, 1:1 അപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കാം, നമ്മൾ എൻട്രി എടുത്ത പ്രൈസിലേക്ക് വെക്കാം. ഇൻ കേസ് ഞാൻ പറഞ്ഞില്ല, രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കുക എന്നുള്ളത്. കാരണം മാർക്കറ്റ് ഓൾറെഡി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തത് കൊണ്ട് മുകളിലേക്ക് പോകാനും ഒരു പോസിബിലിറ്റി ഉണ്ട്, മുകളിലേക്ക് എൻട്രി നോക്കാം. പക്ഷേ ഓൾറെഡി നല്ല ഗ്യാപ്പ് അപ്പ്, പിന്നെ കുറേ മുകളിലേക്ക് പോകുമ്പോൾ കുറച്ചെങ്കിലും ഒന്ന് താഴെ വരൂലേ എന്ന് നമുക്കൊരു 30-40 പോയിന്റെങ്കിലും അടിക്കാൻ ഒരു താഴെ വരൂലേ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1:1 പോലെ ആയിട്ടുള്ള ആകെ. അപ്പോൾ നമുക്ക് ടാർഗറ്റും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അത്യാവശ്യം താഴെ വന്നാൽ നമുക്ക് നമ്മുടെ 1:5 എത്തിക്കഴിഞ്ഞാലും ബുക്ക് ചെയ്യുക. കാരണം അധികം വെയിറ്റ് ചെയ്യും വേണ്ട, കാരണം ഡൗൺവേർഡ് സൈഡ് ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് തന്നെ അധികം വെയിറ്റ് ചെയ്ത് കളിക്കും വേണ്ട. ഈ ഒരു സിംഗിളും എടുത്തത്. അപ്പോൾ പിന്നെ നമുക്ക് 1:5 കിട്ടുകയാണെങ്കിൽ തന്നെ ഇറങ്ങാം. പിന്നെ വലിയ ഇന്നത്തെ ഡേലോ വരെ ഒന്നും വെക്കണ്ട, കാരണം അപ്പ് സൈഡിലേക്ക് പോകാൻ ഒരു പോസിബിലിറ്റി ഉണ്ട് അവിടെ. കാരണം ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടാണ് നിൽക്കുന്നത് ആ ടൈം ഫ്രെയിമിലൊക്കെ. 115 കഴിഞ്ഞിട്ട് പ്രീമിയം. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. നമ്മുടെ കോസ്റ്റ് പ്രൈസ് എസ് എൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് കുറച്ചുകൂടെ പോയപ്പോൾ നമ്മൾ 4000 വരെയൊക്കെ പ്രോഫിറ്റ് കാണിച്ചതാണ്. പക്ഷേ അതിന് ശേഷം നമ്മൾ വിചാരിച്ചു കുറച്ചും കൂടി താഴേക്ക് വരും എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ നടന്നില്ല, നേരെ മുകളിലേക്ക് തന്നെ പോയി. പക്ഷേ മുകളിലേക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ല, കാരണം ഡേ ഹൈയിലേക്ക് വലിയ ഡിസ്റ്റൻസും ഇല്ല, നമുക്ക് ടാർഗറ്റ് ലെവലും ഇല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഇറങ്ങി മുകളിലേക്ക് കയറാതിരുന്നത്. നമുക്ക് അങ്ങോട്ടും പോകാനുള്ള ടാർഗറ്റ് ഇല്ലല്ലോ. പക്ഷെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാം, നമുക്ക് നിഫ്റ്റി തീരെ മൂവ്മെൻ്റ് ഇല്ല എന്ന് എനിക്ക് തോന്നണം. സമയം 1:58 നമുക്ക് ഒരു ഡൗൺ സൈഡ് എൻട്രി നോക്കാം. ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ചെയ്യാം നോക്കാം. 52,400 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. 6,103 നമുക്ക് എൻട്രി. സെക്കൻഡ് ട്രേഡാണ്. ഫസ്റ്റ് ട്രേഡ് നമ്മൾ കോളേജിൽ എക്സിറ്റ് ആണ്. സെക്കൻഡ് ട്രേഡ് പറഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഒരുപാട് 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയകൾ ക്രിയേറ്റ് ടാപ്പ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഡൗൺ സൈഡ് രണ്ടും ടാപ്പ് ചെയ്തതിന് ശേഷം അപ്പ് സൈഡിലേക്ക് എൻട്രി നോക്കാനുള്ള ഒരു ടാർഗറ്റ് ഡേ ഹൈയിലേക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് കൺസിഡർ ചെയ്തില്ല. പിന്നെ പിന്നീട് മാർക്കറ്റിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തപ്പോൾ താഴേക്ക് നോക്കി. കാരണം താഴെ 52,159 വരെയൊക്കെ ടാർഗറ്റ് വെച്ചാൽ 1:5 ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എൻട്രി എടുത്തത്. കാരണം ബാങ്കിൽ ഇതുവരെ പ്രോപ്പർ ആയിട്ടുള്ളൊരു എൻട്രി കിട്ടിയില്ല. എൻട്രി ഏരിയാസ് ഒക്കെ ഉണ്ട്, പക്ഷേ അവിടെ നിന്നും നല്ല ടാർഗറ്റ് ഡിസ്റ്റൻസ് ഇല്ല. പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉള്ളതാണ് ട്രേഡ് എടുത്തത്. ഏതായാലും നോക്കാം, നമുക്ക് നമ്മുടെ എന്താ പറയുക താഴേക്ക് നോക്കാം. നമുക്ക് ബാങ്കിൽ ഇപ്പോൾ എന്താ വെച്ചാൽ കൺഫ്യൂഷൻ എന്താ വെച്ചാൽ അപ്പ് സൈഡ് കൊടുത്ത് ഡൗൺ സൈഡ് കൊടുത്ത് നിഫ്റ്റി കൊടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ ഒരവസ്ഥ. ഒന്ന് നമ്മൾ അപ്പ് സൈഡ് എടുക്കുമ്പോൾ മുകളിലേക്ക് നോക്കാതിരിക്കാനുള്ള റീസൺ അതാണ്. നമുക്ക് അത്ര വലിയൊരു ഡേ ഹൈയിലേക്ക് വലിയ ദൂരമില്ല, ഇതിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതെടുത്തത്. ഓൾറെഡി ഡൗൺ സൈഡ് എടുത്തതിനെ കൊണ്ട് തന്നെ പിന്നെയുള്ള ഡൗൺ സൈഡ് 52,159 അതുവരെ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് നമുക്ക് ബുക്ക് ചെയ്യും. ഇനി അതെല്ലാം മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ എസ് എൽ അടിക്കുകയും ചെയ്യും. ഓൾമോസ്റ്റ് സമയം 2 മണിയായി, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 2:50 ഓൾമോസ്റ്റ് 1 മണിക്കൂറായി നമ്മൾ ആ ട്രേഡ് എടുത്തിട്ട്. നമ്മൾ എസ് എൽ അടിച്ചു പോയി. എസ് എൽ മാർക്കറ്റ് ഉണ്ടോ ആ ഏരിയയിൽ എത്ര നേരം സ്പെൻഡ് ചെയ്യണം. പക്ഷേ നമ്മൾ നിഫ്റ്റീനെ കുറ്റം പറയും, നിഫ്റ്റി മൂവ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നിഫ്റ്റി എടുക്കാതെ ബാങ്ക് എടുത്തതല്ലേ. അത് നിഫ്റ്റിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. നിഫ്റ്റി ആ ഒരു ട്രേഡില്ല, നമ്മൾ നേരത്തെ കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്ത് അത് പിന്നെയും പോയി. അത് അത്യാവശ്യം 20 പോയി എന്നുള്ളതാണ് രസം. നമ്മൾ ഇതിൽ എൻട്രി 606 എടുത്തിട്ട് 586 എക്സിറ്റ് ആയിപ്പോയി.
നമ്മളെ നിഫ്റ്റി ആ ഒരു ട്രേഡിൽ ഞാൻ പറഞ്ഞത് നമ്മൾ നിഫ്റ്റിയിൽ 150 അങ്ങനത്തെ എക്സിറ്റ് ആയതല്ല, അതിപ്പോൾ അത്യാവശ്യം പോയിണ്ടായിരുന്നു ആ ട്രേഡ്. നിഫ്റ്റി ഒരുപാട് കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ട്, അധികമൊന്നുമില്ല എന്നാലും താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു നിഫ്റ്റി. ഈ ഒരു ടോപ്പ് നമുക്ക് എൻട്രി അവിടുന്ന് മുകളിലേക്ക് പോയിട്ടില്ല ഏതായാലും, കാരണം നമ്മളെ 116 ഇപ്പം അതിൻ്റെ പ്രീമിയം നമ്മൾ 108 109 കണ്ടല്ലോ എടുത്ത്. ഞാൻ അതാ പറഞ്ഞ് 126 അടുത്ത് വരെ പോയി തോന്നുന്നുണ്ട്, ഓൾമോസ്റ്റ് 20 പോയിന്റിൻ്റെ അടുത്ത് വരെ പോയി തോന്നുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ് നിഫ്റ്റിനെ കുറ്റം പറഞ്ഞത് നിഫ്റ്റി കേട്ടെന്ന് തോന്നുന്നുണ്ട്. നിഫ്റ്റി ബാങ്കിനെ പിടിച്ചു വെച്ച് എന്തൊരു മാർക്കറ്റാണ് വൈ, ഒരു അനക്കവും ആരും ഇല്ലാതെ കുറേ കാലം ഇങ്ങനെ ഒരു മാർക്കറ്റ്. സാധാരണ എക്സ്പയറി ഡേയിൽ ഇങ്ങനെ കാണലുണ്ട്, സമയം നോക്കി 3 മണിയാവാനായി, നമുക്ക് ആകെ 2 ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടി. അതന്നെ ഒന്നും പ്രോപ്പറായിട്ട് കണ്ട് മീൻസ് ഡൗൺ സൈഡിലേക്ക് എടുത്തതും അപ്പ് സൈഡിലേക്ക് എടുത്തില്ല. ഇതിപ്പോൾ ഡേ ഹൈൻ്റെ തൊട്ടടുത്തുള്ളൂ, ഇനി അതും ബ്രേക്ക് ചെയ്ത് പോകാൻ ചാൻസ്. ഡേ ഹൈ ബ്രേക്ക് ചെയ്യാതെ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ പോസിബിലിറ്റി ഡേ ഹൈ ബ്രേക്ക് ചെയ്യാൻ. അതുപോലെ നിഫ്റ്റി ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ്റെ താഴേക്ക് വന്നിട്ടുണ്ട്. ഒരു ട്രെൻഡ് ലൈനൊക്കെ നോക്കുകയാണെങ്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് താഴെ വന്ന് ഇനി ചിലപ്പോൾ അത് മുകളിലേക്കും പോകാൻ മതി. ഇനിയിപ്പോൾ ഏതായാലും സമയമില്ല, നമുക്ക് 2:51 നമ്മളെ മാർക്കറ്റ് ടൈം കഴിഞ്ഞു. ഇനി നാളെ ഇപ്പോഴും ബാങ്ക് നിഫ്റ്റി ഡേ ഹൈ എടുത്തിട്ടില്ല കേട്ടോ, ഡേ ഹൈൻ്റെ അടുത്ത് അങ്ങനെ സ്പെൻഡ് ചെയ്യാം, അതാണ് പറഞ്ഞത്. അതും ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഏതായാലും നമുക്ക് ഇന്ന് നാളെ നോക്കാം. താങ്ക് യു, ബൈ.